ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ, സന്തോഷം, അഭിമാനം. നമ്മുടെ ജീവിതകാലത്ത് ഇത്തരം ചങ്കൂറ്റവും തൻ്റെടവും നിർഭയത്വവുമുള്ള ഒരു അഭിപ്രായ പ്രകടനത്തിന് മുതിർന്ന ഒരു ഡോക്ടറെ കണ്ടതിന് എന്ന് മാത്രമല്ല, അത്തരമൊരു അഭിപ്രായ പ്രകടനം നടത്താനുള്ള ഇൻറ്റഗ്രിറ്റിയെക്കുറിച്ച് സ്വയം ബോധ്യം എല്ലാ അർത്ഥത്തിലും ഉണ്ടായ ഒരു മനുഷ്യനായതിന്. ഏതായാലും ആരോഗ്യമന്ത്രി ഹാരിസ് എന്ന് പറയുന്ന മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി നല്ല മനുഷ്യനും കഠിനാധ്വാനിയുമാണെന്നും സിസ്റ്റത്തിനാണ് കുഴപ്പമെന്നും അത് സമഗ്രമായി പരിശോധിച്ച് തിരിച്ചും എന്നും അഭിപ്രായപ്പെട്ടു. ഏതായാലും കഫീൽ ഖാൻ്റെ ഗതിയാണ് ഡോക്ടർ ഹാരിസിന് വരാൻ പോകുന്നതെന്ന് പലരും വിലയിരുത്തിയെങ്കിലും അങ്ങനെ അല്ലാത്തവണ്ണം നിർഭയമായും സത്യസന്ധമായും നിലപാട് സ്വീകരിച്ച അങ്ങയ്ക്ക് പ്രത്യേകമായ സല്യൂട്ട്. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഈ സമൂഹത്തിലെ അല്ലെങ്കിൽ തങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയിലെ പല കുറവുകളെക്കുറിച്ചും ന്യൂനതകളെക്കുറിച്ചും എന്തിനു മിണ്ടണം, എന്തിനു പറയണം, അങ്ങനെ പറഞ്ഞ് എന്തിനാണ് തലവേദന ഉണ്ടാക്കുന്നത്? ആ സമയം കൊണ്ട് എൻ്റെ സമ്പാദനത്തിനും എനിക്ക് ലാഭമുള്ളതും എനിക്ക് നേട്ടമുള്ളതും മാത്രം ചിന്തിക്കാം എന്ന് വിശ്വസിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അത്തരം ചിന്താഗതിയുള്ള മനുഷ്യരുടെ എണ്ണം വളരെ കൂടുതലുള്ള ഒരു മേഖലയാണ് ഡോക്ടേഴ്സ് പ്രൊഫഷൻ. അവിടെ നിന്ന് ചില നന്മകളുള്ള അല്ലെങ്കിൽ സേവന തൽപരതയുള്ള ആത്മാർത്ഥതയുള്ള ഡെഡിക്കേഷനുള്ള കുറേ ആളുകളുണ്ട്. എന്നാൽ ഇതുപോലെയുള്ള സംഗതികൾ ഇങ്ങനെ പ്രതികരിക്കാൻ, ഇങ്ങനെ പറയാൻ അയാളെ പ്രേരിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് ധൈര്യം തന്നെ ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും അത്തരമൊരു പ്രതികരണത്തിലൂടെ ഇതുപോലെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു എന്നും അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഡോക്ടർ ജീവിച്ചിരുന്നു എന്നും ഈ സമൂഹം അറിഞ്ഞതിന് ഒരുപാട് സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. അത് കേൾക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് അഭിമാനവുമുണ്ട്. ഏതായാലും ഇനി വളർന്നു വരുന്ന പുതിയ തലമുറയിലെ ഡോക്ടർമാർക്കും മറ്റുള്ള പലർക്കും ഇതുപോലെയുള്ള മനുഷ്യൻ്റെ ജീവിതം എന്ന് വെച്ചാൽ നിലപാടുകളിൽ ഉറച്ചു നിന്ന് അതിനുവേണ്ടി ത്യാഗം സഹിച്ച് കഷ്ടപ്പെട്ട് സ്വന്തം മകൻ്റെ കണ്ണ് പരിശോധനാ സർട്ടിഫിക്കറ്റിന് വേണ്ടി ക്യൂ നിൽക്കാൻ മടിയില്ലാത്ത നിശബ്ദമായ മൂല്യങ്ങൾ സൂക്ഷിച്ചതിന് ഈ ഹാരിസ് ചിറയ്ക്കൽ എന്ന് പറയുന്ന ഡോക്ടർക്ക് പകരം ഒരു സാധാരണ ഡോക്ടർ ആയിരുന്നെങ്കിൽ എന്ത് വിചാരിക്കുമെന്നറിയാമോ? സാധാരണ എന്ന് പറഞ്ഞാൽ ചില ഓപ്പോസിറ്റ് എക്സ്ട്രീമിൽ നിൽക്കുന്ന ഡോക്ടർമാരാണെങ്കിൽ ഇങ്ങനൊരു കുറവ് വന്നെങ്കിൽ വന്നോട്ടെ, ആളുകൾ മരിച്ചോട്ടെ, നമുക്കെന്തോ വേണം, ആരെങ്കിലും മരിക്കുന്നതിനെന്താ, അത് നടന്നോട്ടെ, ഞാൻ എൻ്റെ ജോലി ചെയ്തു, ഞാൻ എഴുതി വിട്ടു, ഞാനതിൻ്റെ പരാതി കൊടുത്തു, ഞാനതില്ലെന്ന് എൻ്റെ HOD പറഞ്ഞു, അവിടെ തീർന്നു, അല്ലെങ്കിൽ പ്രിൻസിപ്പളിനോട് പറഞ്ഞു, അല്ലെങ്കിൽ ഡയറക്ടറോട് പറഞ്ഞു, അവിടെ അവസാനിച്ചു കഥ. അപ്പോൾ ചിലപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ തോന്നും, എന്നാലും ഇത് ആരോടെങ്കിലും ഒന്ന് ഉറച്ചു പറയണ്ടേ? അപ്പോൾ ഉടൻ മറുചിന്ത വരും. എന്ത്, ഞാനിരുന്ന് ഈ കമ്മീഷൻ വാങ്ങുന്നത് ശരിയാണോ? അപ്പോൾ എന്നെ GSTക്കാർ ആക്രമിക്കില്ലേ? അപ്പോൾ എന്നെ ഇൻകം ടാക്സുകാർ വന്ന് കണക്കെടുത്താലോ? അപ്പോൾ അത് പരിശോധിക്കാൻ വന്നാലോ? അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പരിശോധനാ സംഘം വന്നാലോ? ED വന്നാലോ? അല്ലെങ്കിൽ മറ്റുള്ളവർ വന്നാലോ? ഇതെല്ലാം തുരന്നെടുക്കൂലേ? ഞാൻ ഈ സമ്പാദിച്ച് കുഴിച്ചിട്ടിരിക്കുന്നതെല്ലാം അവർ കണ്ടുപിടിച്ചാൽ എനിക്കുണ്ടാകുന്ന നഷ്ടം എന്തിനാണ്? അങ്ങനെ നഷ്ടം വരുത്താൻ ഞാനൊരു മണ്ടനാണോ? ഞാൻ ബുദ്ധിമാനല്ലേ? അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഇത്തരം മനുഷ്യരുടെ പ്രയാസങ്ങളെ എടുത്ത് ദൂരേക്ക് എറിഞ്ഞിട്ട് ഞാൻ മറ്റേതിനോട് കോംപ്രമൈസ് ചെയ്യണം, സന്ധി ചെയ്യണം. പിന്നെ എൻ്റെ പൊളിറ്റിക്കൽ ബന്ധം വെച്ച് എനിക്ക് പറ്റാവുന്ന അത്രയും പിടിച്ചെടുക്കണം. ആ പറ്റാവുന്ന അത്രയും പിടിച്ചെടുക്കുമ്പോൾ ഇരിക്കുന്ന സീറ്റുകളിൽ നിന്ന് ഒരുപാട് അറുത്തെടുക്കാൻ കഴിയുന്ന പദവികളുണ്ടെങ്കിൽ അത് കിട്ടിയിരുന്നെങ്കിൽ നന്നായി എന്ന തരത്തിൽ എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നവരുടെ കാലത്താണ് ഒരു ഡോക്ടർ, ഇതുപോലെയുള്ള ഡോക്ടർമാർ വേറെ കാണുന്നുണ്ടാവും കേട്ടോ. ഒരുപക്ഷെ ഇതിപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഡോക്ടർ ഹാരിസ് എന്ന് പറഞ്ഞ ഇതുപോലെ ഒരു മനുഷ്യൻ ഇങ്ങനെ ജീവിച്ചിരുന്നു എന്നും അദ്ദേഹം തന്നെ പറയുന്നത് പോലെ ഞാൻ കമ്മീഷൻ വാങ്ങിച്ചിട്ടില്ല, ഞാൻ കുറിപ്പടി എഴുതി കൊടുത്ത് കാശ് വാങ്ങിയിട്ടില്ല, ഞാൻ അവരുടെ ഔദാര്യം പറ്റിയിട്ടില്ല എന്നൊക്കെ ഉറക്കെ പറയാൻ കഴിയുന്ന ഒരു മനുഷ്യനായി മാറാൻ കഴിയുന്ന ഒരു ഉറപ്പ് അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് പറയുന്നതിനെ എത്ര പ്രാവശ്യം സല്യൂട്ട് ചെയ്താൽ മതിയാവും? എന്താണ് വർത്തമാന കാലഘട്ടത്തിലെ മറിച്ചുള്ളൊരു സ്ഥിതി? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളിത് പറയുമ്പോൾ അവർ ചെയ്യുന്ന സേവനങ്ങളെ കാണാതെ, അവർ ചെയ്യുന്ന മൂല്യങ്ങളെ കാണാതെ, അവർ ചെയ്യുന്ന നന്മകളെ കാണാതെയല്ല, മറിച്ച് ഒരു എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന, ഒരു സാമൂഹ്യ ജീവി എന്ന് പറയുന്ന ഒരു കടപ്പാടുണ്ടല്ലോ, ഒരു കടമയുണ്ടല്ലോ. ചിലത് നടക്കുമ്പോൾ ഒന്ന് ഉറക്കെ അരുതെന്ന് പറയാൻ, അല്ലെങ്കിൽ ഞാൻ ഇത്രയൊക്കെ ആയില്ലേ, 10, 60, 55 വയസ്സായാലും 70 വയസ്സായി, മതിയാക്കാം. പുള്ളി തന്നെ പറഞ്ഞല്ലോ, എനിക്കിനി സസ്പെൻഷൻ ആയാലും ഒന്നുമില്ല, ഞാൻ ഭയപ്പെടുന്നില്ല, ഞാൻ മടുത്തു എന്ന് പറയുന്നൊരു സ്ഥിതിയിലേക്ക് സത്യസന്ധമായ അഭിപ്രായ പ്രകടനത്തിന് അദ്ദേഹം തയ്യാറായി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. അപ്പോഴും മറുവശത്ത് ആ മനുഷ്യൻ്റെ നന്മ കാണുന്നതിന് പകരം
അതിൻ്റെ രാഷ്ട്രീയം തുരക്കുകയാണ് മറ്റു കുറേ പേർ. അയാൾ കമ്മിയാണോ, അയാൾ അല്ലെങ്കിൽ സംഘിയാണോ, ആരുമാകട്ടെ, കമ്മിയാകട്ടെ അല്ലെങ്കിൽ കൊങ്ങിയാകട്ടെ, ആരുമാകട്ടെ, കൊങ്ങി ഗണത്തിൽ വരുന്നവരെല്ലാം സത്യസന്ധരാണോ, കമ്മി ഗണത്തിൽ വരുന്നവരെല്ലാവരും അഴിമതിക്കാരാണോ? അതല്ലല്ലോ ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. ഒരു മനുഷ്യൻ്റെ നിർഭയത്വത്തെക്കുറിച്ചാണ്, അവൻ്റെ ചങ്കുറപ്പിനെക്കുറിച്ചാണ്, അവൻ്റെ ഇൻറ്റഗ്രിറ്റിയെക്കുറിച്ചാണ്, അവൻ്റെ മൂല്യങ്ങളെക്കുറിച്ചാണ്. എനിക്കത് മാത്രമാണ് പറയാനുള്ളത്. ഏതായാലും നമ്മുടെ വീണ ജോർജ് മാഡം അത് അംഗീകരിച്ചു. കേവലം രാഷ്ട്രീയത്തിന് വേണ്ടി അദ്ദേഹത്തെ കരുവാക്കുന്നതിന് പകരം ഒരുപക്ഷെ സമൂഹമാകെ ആ ഒരു നന്മയോടൊപ്പം നിന്നതുകൊണ്ടുകൂടിയാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ പോലും അയാൾ സത്യസന്ധനാണ്, കഠിനാധ്വാനിയാണ്, ഇത് സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രിയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഏതായാലും ഇതുപോലെയുള്ള ഡോക്ടർമാർ ഈ സമൂഹത്തിൽ ഉണ്ടാകണം. സത്യസന്ധമായി തങ്ങളുടെ ജോലി ആത്മാർത്ഥമായി ചെയ്തു തീർക്കുന്നു എന്ന് പറയുന്ന നിലപാടും അതുപോലെയുള്ള ഉറപ്പുമുള്ള മനുഷ്യർ, അങ്ങനെയുള്ളവരുണ്ടാവാം. പക്ഷേ ആ ഇൻറ്റഗ്രിറ്റിയാണ് അത്രയും നിർഭയത്വത്തോടെ അദ്ദേഹത്തിനെ കൊണ്ട് പറയാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഒരിക്കൽ കൂടി ഹൃദയത്തിൽ നിന്ന് ആ വലിയ മനുഷ്യന് സല്യൂട്ട് ചെയ്യുന്നു.